പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവനറൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയൂസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 6-7 തിരുവചനം. ഈ വചനം ഇപ്രകാരമാണ്: എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ വിശ്വാസത്തെയും ക്രിസ്ത്യാനികളെയും ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റണമെന്നുള്ള ആഗ്രഹത്തോടെ ഇറങ്ങിപ്പുറപ്പെട്ട സാവൂൾ ഡമാസ്കസിൻ്റെ താഴ്വരയിൽ ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ, അതുപോലെ അനനിയാസിൻ്റെ കൈവപ്പിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചു കഴിയുമ്പോൾ സാവൂളായി മാറിയ ഈ മനുഷ്യൻ യേശുവിന് വേണ്ടി ജീവിച്ച് പ്രഘോഷിച്ച് മരിക്കുവാനായിട്ട് തയ്യാറായ പൗലോസാണ് തൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനോട് ഈ വചനത്തിലൂടെ പറയുന്നത്. റോമായിലെ തടവറയിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കിടക്കുന്ന പൗലോസാണ് തൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന തിമോത്തിയൂസിനോട് പറയുന്നത്. കാരണം ഈ സഹന അനുഭവത്തിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴും തൻ്റെ പ്രിയ ശിഷ്യനെ ബലപ്പെടുത്തുവാനായിട്ട് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പൗലോസ് ലീഹ പറയുകയാണ്. എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ജ്ഞാനസ്നാനത്തിലൂടെ വൈദികൻ്റെ കരസ്പർശനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിലൂടെ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ദൈവീക വരം കടന്നു വന്നിട്ടുണ്ട്. സ്ഥൈര്യലേപനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര സ്വീകരിച്ചപ്പോൾ ഈ ദൈവീക വരം നമ്മളിൽ കടന്നു വന്നിട്ടുണ്ട്. മറ്റു കൂദാശകൾ സ്വീകരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ഉള്ളിൽ കടന്നു വന്ന പരിശുദ്ധാത്മാവിൻ്റെ ദൈവീക വരം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ദൈവീക വരത്തെ ഉജ്ജ്വലിപ്പിക്കുവാനായിട്ടാണ് ഈ പെന്തക്കോസ്ത നാളുകളിലെ ഒരുക്കത്തിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണമെന്നാണ് പൗലോസ് ലീഹ തൻ്റെ പ്രിയ ശിഷ്യനായ തിമോത്തിയൂസിനോട് പറയുന്നത്. ഈ വചന ശുശ്രൂഷയിൽ എങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഉജ്ജ്വലിപ്പിക്കാനായിട്ട് സാധിക്കുമെന്ന് ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് ഈ ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന ആത്മാവ് അത് ശക്തിയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് വ്യക്തിയാണെങ്കിൽ അത് ശക്തിയുള്ള വ്യക്തിയാണെന്ന് തിരിച്ചറിയണം.
നമുക്കറിയാം ഇന്ന് ലോകം പലതരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. പലതരത്തിലുള്ള മഹാമാരികൾ, അതുപോലെ വെള്ളപ്പൊക്കം, ശത്രുക്കളുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ, ഭീകരവാദം, പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഇന്ന് ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പകർച്ചവ്യാധികൾ, അതുപോലെ തന്നെ ലോകത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ. ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ, കേൾക്കുമ്പോൾ നമ്മൾ ഭയത്തിനടിമപ്പെടാതിരിക്കണമെങ്കിൽ, ഭീരുക്കളായി മാറാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉജ്ജ്വലിപ്പിച്ച് വളർത്തണം. കാരണം ഈ ശക്തിയെക്കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ഈ ദൈവത്തിൻ്റെ ശക്തി? നമുക്കറിയാം പുറപ്പാട് പുസ്തകത്തിൽ മോശയിലൂടെ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ ശക്തിയെ നമുക്കറിയാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചെങ്കടലിനെ രണ്ടാക്കി മാറ്റിക്കൊണ്ട് അവിടെ ഉണങ്ങിയ മണലിലൂടെ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ മോശയെ ബലപ്പെടുത്തിയത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ജോഷുവയിലൂടെ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ദൈവം ജോഷുവയിലൂടെ പ്രവർത്തിച്ചത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. നമുക്കറിയാം ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം മുന്നോട്ട് നീങ്ങുമ്പോൾ പല അപകടങ്ങൾ, പല പ്രതിസന്ധികൾ അവർ നേരിടേണ്ടി വന്നപ്പോഴും അതിനെ കീഴ്പ്പെടുത്തുവാനായിട്ട് അവരെ ശക്തിപ്പെടുത്തിയത് ഈ ദൈവത്തിൻ്റെ വരമായ പരിശുദ്ധാത്മാവാണ്. ഈ ദൈവീക വരം അവരിൽ നിറഞ്ഞു നിന്നതുകൊണ്ടാണ്. വീണ്ടും നമ്മൾ തുടർന്ന് ദൈവവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ദൈവവചനങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഏലിയായിലും എലീശയിലും പ്രവർത്തിച്ച ദൈവത്തിൻ്റെ ശക്തി, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്നുള്ള പ്രവാചക വചനം പൂർത്തീകരിക്കുവാനായി മറിയത്തിൽ, പരിശുദ്ധ കന്യകാമറിയത്തിൽ കടന്നു വന്ന ദൈവീക ശക്തി, ആ ശക്തിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് തിരിച്ചറിയണം. നമ്മൾ വീണ്ടും കാണുന്നുണ്ട് ഈ ഭൂമിയിൽ കടന്നു വന്ന യേശുവിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ ശക്തി. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാനായി കടന്നു വന്ന ഈശോയിൽ നിറഞ്ഞു നിന്ന ദൈവത്തിൻ്റെ ശക്തി. നമ്മൾ വചനം അറിയുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈശോ തൻ്റെ പരസ്യ പ്രവർത്തനങ്ങൾ, പരസ്യ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് തന്നെ. ഈശോയിൽ പ്രവർത്തിച്ചതൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണെന്ന് തിരിച്ചറിയണം. ഈ ശക്തിയാണ് ഈശോ തൻ്റെ അപ്പോസ്തലന്മാർക്ക് പകർന്നു നൽകുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ, അത്യുന്നതൻ്റെ ശക്തി നിങ്ങളിൽ കടന്നു വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ യൂദയായിലും ജെറുസലേമിലും സമരിയയിലും എനിക്ക് സാക്ഷ്യം നൽകുമെന്ന് ഈശോ തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് പറഞ്ഞത് ഈ ശക്തിയെക്കുറിച്ചാണ്. ഈ ശക്തി അവരിൽ നിറയുവാനായിട്ട് അവർ ആഗ്രഹിക്കണമെന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും അതിനൊരുങ്ങിയിരിക്കണമെന്നും ഈശോ സ്വർഗാരോപണത്തിന് മുമ്പ് ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുകയാണ്. സ്വർഗാരോപണത്തിന് ശേഷം ഈശോ തൻ്റെ ആത്മാവിനെ ശിഷ്യന്മാരുടെ മേൽ അയക്കുകയാണ്. ഈ ആത്മാവിൻ്റെ പ്രവർത്തനമാണ് അപ്പോസ്തല പ്രവർത്തനത്തിലുടനീളം നമ്മൾ തെളിഞ്ഞു നിന്ന് കാണുന്നത്. പത്രോസിലൂടെ പ്രവർത്തിച്ച ദൈവിക ശക്തി, പൗലോസിൽ പ്രവർത്തിച്ച ദൈവിക ശക്തി, അപ്പോസ്തലന്മാരിൽ പ്രവർത്തിച്ച ദൈവിക ശക്തി. ഈ ദൈവിക ശക്തി നമുക്ക് ജ്ഞാനസ്നാനത്തിലൂടെ, മറ്റു കൂദാശകളിലൂടെ, യേശുവിലുള്ള വിശ്വാസത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈ ദൈവിക ശക്തിയാണ് വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് പൗലോസ് ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പൗലോസ് അത് തിരിച്ചറിഞ്ഞു. പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ മുള്ള് എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന്. ദൈവം പറയുന്നത് എന്താണ്? നിനക്ക് എൻ്റെ കൃപ മതി, നിനക്കെൻ്റെ കൃപ മതി. ആ കൃപയാണ് പ്രിയമുള്ളവരെ നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ഈ ശക്തിക്ക് വേണ്ടി, ഈ ശക്തിയെ ഉജ്ജ്വലിപ്പിക്കുവാനായിട്ട് നമ്മൾ നിലപാടുകൾ എടുക്കണം. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി, ജീസസ് യൂത്തിലൂടെയൊക്കെ പ്രവർത്തിച്ച പെൺകുട്ടി, അവൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഏകദേശം 19-20 വയസ്സിൻ്റെ സമയത്ത് ക്യാൻസർ രോഗത്തിന് അടിമപ്പെടുകയാണ്. പല ഓപ്പറേഷനുകളിലൂടെ കടന്നുപോയി. അവളുടെ മുഖം പോലും വികൃതമാകുന്ന രീതിയിൽ ഓപ്പറേഷനുകളിലൊക്കെ വിധേയപ്പെടുന്ന ഒരവസ്ഥയായി. പക്ഷേ ഈ പെൺകുട്ടി ഇന്നും ഊർജ്ജസ്വലതയോടെ, സന്തോഷത്തോടെ യേശുവിനെ സാക്ഷ്യം വഹിച്ച് ജീവിക്കുകയാണ്. അവളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ഈ ദൈവിക ശക്തിയാണ്. ഈ ശക്തിയെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത് നമ്മൾ ദൈവിക വരം ഉജ്ജ്വലിപ്പിക്കണമെന്ന് പൗലോസ് ലീഹ തിമോത്തിയോസിനോട് പറയുമ്പോൾ, ഈ ദൈവിക വരത്തിൻ്റെ പ്രത്യേകതയാണ് ഇത് ശക്തിയുടെ ആത്മാവാണ്, ദൈവിക ശക്തിയാണ്. ഈ ശക്തി നമ്മളിൽ നിറഞ്ഞാൽ നമ്മുടെ ബലഹീനതകൾ ശക്തിയായി മാറും. ദൈവത്തിൻ്റെ ശക്തിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമത് ഇത് സ്നേഹത്തിൻ്റെ
ആത്മാവാണ്. പ്രിയമുള്ളവരെ, ദൈവ സ്നേഹത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നമുക്കറിയാം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 5-ാം തിരുവചനം, വചനം ഇപ്രകാരമാണ്: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവ് തരുന്ന സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. മാനുഷിക സ്നേഹവും ദൈവിക സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. ലോകത്തിൻ്റെ സ്നേഹവും മാനുഷിക സ്നേഹവും വാരിക്കൂട്ടുന്ന സ്നേഹമാണ്, അത് പിടിച്ചു പറിക്കുന്ന സ്നേഹമാണ്, മറ്റുള്ളവരെ തകർക്കുന്ന സ്നേഹമാണ്, സ്വയം വളരാൻ ശ്രമിക്കുന്ന സ്നേഹമാണ്, അഹങ്കാരത്തിൻ്റെ സ്നേഹമാണ്, ക്ഷമയില്ലാത്ത സ്നേഹമാണ് ലോകത്തിൻ്റെയും മാനുഷികമായ സ്നേഹം. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം കൊടുക്കുന്ന സ്നേഹമാണ്, മുഴുവനും സ്വയം ബലിയായി കൊടുക്കുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം: അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ശ്ലീഹ പഠിപ്പിക്കുകയാണ്. അത് ദീർഘക്ഷമയുള്ള സ്നേഹമാണ്, ദയയുള്ള സ്നേഹമാണ്, അസൂയപ്പെടാത്ത സ്നേഹമാണ്, ആത്മപ്രശംസ ചെയ്യാത്ത സ്നേഹമാണ്, അഹങ്കരിക്കാത്ത സ്നേഹമാണ്, അനുചിതമായി പെരുമാറാത്ത സ്നേഹമാണ്, സ്വാർത്ഥത അന്വേഷിക്കാത്ത സ്നേഹമാണ്, കോപിക്കാത്ത സ്നേഹമാണ്, വിദ്വേഷം പുലർത്താത്ത സ്നേഹമാണ്, സകലതും സഹിക്കുന്ന സ്നേഹമാണ്, സകലതും ക്ഷമിക്കുന്ന സ്നേഹമാണ്, സകലതും വിശ്വസിക്കുന്ന സ്നേഹമാണ്. ഇതാണ് പരിശുദ്ധാത്മാവ് തരുന്ന സ്നേഹം. ഈ സ്നേഹത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കണം, പ്രാർത്ഥിക്കണം. ഈ സ്നേഹം വ്യക്തികളിൽ നിറഞ്ഞ വ്യക്തികൾ ലോകത്തെ കീഴ്മേൽ മറിച്ചു. സ്റ്റെഫാനോസ് തന്നെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഘാതകർക്ക് വേണ്ടി സ്റ്റെഫാനോസിനെ പ്രാർത്ഥിക്കുവാനായിട്ട് ബലപ്പെടുത്തിയത് ഈ ദൈവത്തിൻ്റെ സ്നേഹമാണ്. കാരണം ദൈവം നമുക്ക് നൽകിയത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മസംയമനത്തിൻ്റെയും ആത്മാവിനെയാണെന്ന്, ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവ്. അപ്പോൾ സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റെഫാനോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. കാരണം അങ്ങനെയുള്ള സ്നേഹം, നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയാതെ പോകുന്നത്, അവരോട് വെറുപ്പും വാശിയും വെച്ച് പെരുമാറാനായിട്ട് നമുക്ക് ഇടയാകുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ്. മാനുഷിക സ്നേഹം നമ്മളിൽ നിറഞ്ഞു നിന്നാൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഗ്രഹാം സ്റ്റെയിൻ്റെ ഭാര്യയാണ് ഗ്ലാഡി സ്റ്റെയിൻസ്. ആ ഗ്രഹാം സ്റ്റെയിനെയും ആ 2 മക്കളെയും ജീപ്പിലിട്ട് കത്തിച്ചു കൊന്ന ആ ഘാതകരോട് ഈ ഗ്ലാഡി സ്റ്റെയിൻ ക്ഷമിച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ അവരോട് ക്ഷമിക്കുന്നു. ആ ക്ഷമിക്കുവാനായിട്ട് ഗ്ലാഡി സ്റ്റെയിൻസിനെ ബലപ്പെടുത്തിയത് ഈ ദൈവത്തിൻ്റെ സ്നേഹമാണ്. റാണി മരിയ, നമുക്കറിയാം, റാണി മരിയയെ കൊന്ന മനുഷ്യരോട് റാണി മരിയയുടെ മാതാപിതാക്കളും സഹോദരിയും ക്ഷമിക്കുവാനായിട്ട് അവരെ ബലപ്പെടുത്തിയത് ഈ പരിശുദ്ധാത്മാവാണ്. അതാണ് ഇത് ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ജോൺ പോൾ പാപ്പ തന്നെ വധിക്കുവാൻ ശ്രമിച്ച അലിഖായോട് ക്ഷമിച്ച് അവന് സ്നേഹം കൊടുക്കുവാനായിട്ട് ഈ വിശുദ്ധനായ ജോൺ പോൾ പാപ്പായെ ശക്തിപ്പെടുത്തിയത് ഈ ദൈവത്തിൻ്റെ സ്നേഹമാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്, സ്നേഹത്തിൻ്റെ ആത്മാവാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 9 പറയുകയാണ്: നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ, തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ, തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിപ്പിക്കുവിൻ. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തിന്മയെ ദ്വേഷിച്ച് നന്മയെ മുറുകെ പിടിക്കുവാൻ, നിഷ്കളങ്കതയോടെ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ഈ സ്നേഹമാണ്. വീണ്ടും റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 13-ാം അധ്യായം 10 പൗലോസ് ശ്ലീഹ പറയുകയാണ്: സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. സ്നേഹം അയൽക്കാരനോട് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. അപ്പോൾ ഈ സ്നേഹത്തിൽ വളരണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വീണ്ടും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവെന്നാണ് പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. തിമോത്തിയോസിനോട് പറയുന്നത് ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ഉള്ളിൽ ഈ ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവിനെ ഉജ്ജ്വലിപ്പിച്ച് നമ്മൾ തിന്മകളെ കീഴ്പ്പെടുത്തണം. ഗലാത്യരുടെ ലേഖനത്തിൽ 5-ാം അധ്യായം 23 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നിടത്തും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ പറയുന്നുണ്ട് സൗമ്യത, ആത്മസംയമനം. അതെ, ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. സുഭാഷിതങ്ങളുടെ പുസ്തകം
25-ാം അധ്യായം 28-ാം തിരുവചനം, ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണ്. ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണ്. നമുക്കറിയാം, നഗരത്തിന് സുരക്ഷിതത്വം കിട്ടണമെങ്കിൽ കോട്ടയുണ്ടാകണം. പണ്ടൊക്കെ നഗരത്തെ സംരക്ഷിക്കുവാനായിട്ട് അവർ കോട്ടകൾ കെട്ടും, വലിയ വലിയ കോട്ടകൾ കെട്ടും. ജെറീക്കോ കോട്ട നമ്മൾ ബൈബിളിൽ കാണുന്നില്ലേ? അപ്പോൾ ഈ കോട്ടകളാണ് ആ നഗരത്തിന് സംരക്ഷണം. അതുപോലെ മനുഷ്യജീവിതത്തിന് സംരക്ഷണം നൽകുന്നത് ആത്മനിയന്ത്രണമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ ക്വാളിറ്റി, ആത്മനിയന്ത്രണത്തിൻ്റെ ക്വാളിറ്റി ഇല്ലെങ്കിൽ അവൻ തകർന്നു പോകും. ആത്മനിയന്ത്രണമില്ലാതെ പോകുന്നതുകൊണ്ടാണ് ഇന്ന് പ്രതിസന്ധികൾ, പലതരത്തിലുള്ള ആസക്തികളിൽ വ്യക്തികൾ വീഴുന്നത്. ജഡികാസക്തി, അതുപോലെ തന്നെ ആത്മഹത്യയെക്കുറിച്ചുള്ള ആസക്തികൾ, അതുപോലെ മദ്യത്തോടുള്ള ആസക്തി, ദ്രവ്യാഗ്രഹത്തോടുള്ള ആസക്തി, സുഖലോലുപതയിലുള്ള ആസക്തി, ഇതൊക്കെ മനുഷ്യജീവിതത്തെ തകർക്കുന്ന തിന്മകളാണ്. അത് കാരണം എന്താണ്? അവരുടെ ഉള്ളിൽ ഉള്ള പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിച്ച് ആത്മനിയന്ത്രണത്തിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കാനായിട്ട് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ആ വ്യക്തികൾ ഇങ്ങനെയുള്ള തിന്മകളിൽ അടിമപ്പെടുന്നത്. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ, ഇപ്രകാരം തന്നെ ആത്മനിയന്ത്രണങ്ങൾ പാലിക്കുവാൻ യുവാക്കന്മാരെ ഉദ്ബോധിപ്പിക്കുക. ആത്മനിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ്, ആത്മനിയന്ത്രണം ഇല്ലാതെ പോകുമ്പോഴാണ് വ്യക്തികൾ തിന്മകൾക്ക് അടിമപ്പെടുന്നത്. അവരുടെ ജീവിതത്തിൽ പൈശാചിക ശക്തികൾ കടന്നു വരുന്നത്, അവരുടെ വ്യക്തിത്വത്തെ വികലമാക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ ആത്മനിയന്ത്രണം എന്ന അഭിഷേകത്തെ ഉജ്ജ്വലിപ്പിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധ ഫിലിപ്പ് നേരി എന്ന വിശുദ്ധൻ്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ അഭിഷേകം കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആത്മനിയന്ത്രണത്തിൻ്റെ അഭിഷേകമുള്ള ഒരു ജീവിതം സംഭവിച്ചു എന്ന് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം യുവാവായിരിക്കുമ്പോൾ തന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, ഓ പരിശുദ്ധാത്മാവ് എന്നിൽ നിറയണമേ, അത് പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് വസിക്കണമേ. ഓരോ ശ്വാസത്തിലും അദ്ദേഹം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായിരുന്നു, ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിനായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ആത്മനിയന്ത്രണത്തിനായിരുന്നു. പ്രിയമുള്ളവരെ, ഒരു ദിവസം അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു അഗ്നിഗോളം അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ വന്ന് അടിച്ച് വായുടെ ഉള്ളിലേക്ക് കയറി ഹൃദയഭാഗത്തേക്ക് കടന്നു ചെന്ന് ശരീരത്തെ അഭിഷേകം ചെയ്ത ഒരു അനുഭവം ഈ ഫിലിപ്പ് നേരിക്ക് ഉണ്ടാവുകയാണ്. ആ സംഭവത്തിന് ശേഷം ഫിലിപ്പ് നേരിയുടെ സ്വഭാവം പോലും മാറ്റപ്പെട്ടു. അദ്ദേഹം വളരെ അഭിഷേകമുള്ള, വിശുദ്ധിയുള്ള സംസാരവും പെരുമാറ്റവും ആത്മനിയന്ത്രണമുള്ള ഒരു വ്യക്തിത്വമായിട്ട് ഈ വിശുദ്ധൻ മാറിയെന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുകയാണ്. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ കുറവുകൾ, വിഷമതകൾ ഉണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് കഴിയുമ്പോൾ ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റമുണ്ടാകും. ഞാൻ ഈ വചനത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കണമെന്ന്, ഉള്ളിലുള്ള ദൈവിക വരത്തെ ഉജ്ജ്വലിപ്പിക്കണമെന്ന്. ഇനി അതാണ് നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. എങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നമുക്ക് ഉജ്ജ്വലിപ്പിച്ച് സ്നേഹത്തിൽ വളരാം, ആത്മനിയന്ത്രണത്തിൽ വളരാം, ശക്തിയിൽ വളരാം. പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുന്ന കാര്യമാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാണ്, ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണം. പൗലോസ്ലീഹ തിമോത്തിയോസിനോട് പറയുന്നത് ഇത് തന്നെയാണ്, എൻ്റെ കൈവപ്പിലൂടെ ലഭിച്ച ദൈവീക വരത്തെ നീ ഉജ്ജ്വലിപ്പിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, നമുക്കറിയാം. കാരണം ജ്ഞാനസ്നാനത്തിലൂടെ, ശൈര്യലേപനത്തിലൂടെ, കൂദാശകളിലൂടെ, വചന ശുശ്രൂഷകളിലൂടെ, വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയൊക്കെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ എങ്ങനെ ഉജ്ജ്വലിപ്പിക്കാമെന്നാണ് ഇനി നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ മക്കബേയക്കാരുടെ 2-ാം പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ലിസിയാസിൻ്റെ പടയാളികളും അതുപോലെ കുതിരപ്പടയാളികളുമൊക്കെ ഇസ്രായേൽ സമൂഹത്തെ തകർക്കാനായിട്ട് കടന്നു വന്നപ്പോൾ ലിസിയാസിൻ്റെ അവരെ ഭയന്ന് മക്കബെയൂസിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ ജനം ഭയന്നുപോയി. അവർ ഭയത്തിനടിമപ്പെട്ടു, ഭീരുക്കളായിട്ട് മാറി. പെട്ടെന്ന് അവർക്ക് തോന്നി, ദൈവത്തെ ഒന്ന് സ്തുതിക്കാം, ദൈവത്തെ ഒന്ന് ആരാധിക്കാം. മക്കബെയൂസും ഇസ്രായേൽ ജനവും ഒരുമിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, ദൈവത്തെ ആരാധിക്കാനായിട്ട് തുടങ്ങി. പറയുകയാണ്, ദൈവീകമായ ശക്തി അവരിൽ നിറഞ്ഞു. വചനം പറയുകയാണ്, കൃപയുടെ ദൈവത്തെ ഏകസ്വരത്തിൽ സ്തുതിച്ചു. മനുഷ്യനെ മാത്രമല്ല, ഘോരമൃഗങ്ങളെയും ഇരുമ്പ് കോട്ടകളെയും ആക്രമിക്കുവാനായിട്ടുള്ള ശക്തി അവർക്ക് ലഭിച്ചു. ഇരുമ്പ് കോട്ടകളെ തകർക്കുവാനും അതുപോലെയുള്ള ഘോരമൃഗങ്ങളെ നേരിടുവാനായിട്ടുള്ള മനോധൈര്യം ലഭിച്ചു. അത് പരിശുദ്ധാത്മാവാണ്.
അപ്പോൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉള്ള പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കപ്പെടുമ്പോൾ നമ്മൾ ധൈര്യമുള്ളവരായിട്ട് മാറും, ധൈര്യശാലികളായിട്ട് മാറും, തിന്മകളെ കീഴ്പ്പെടുത്തുന്ന വ്യക്തികളായിട്ട് മാറും, സ്നേഹത്തിൽ വളരും, അതുപോലെ തന്നെ ആത്മനിയന്ത്രണമുള്ള വ്യക്തിയായി മാറും. രണ്ടാമത് നമ്മൾ നമ്മുടെ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അത് കർത്താവായ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് മഹത്വം നൽകി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കപ്പെടും. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, തിമോത്തിയോസിന് പറഞ്ഞതുപോലെ, നിൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം. ഓരോ ദിവസവും ഓരോ നിമിഷവും ഉജ്ജ്വലിപ്പിക്കണമെങ്കിൽ നമ്മൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അത് കർത്താവായ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് സമർപ്പിക്കണം. കാരണം നമ്മുടെ കഴിവോ മിടുക്കോ യോഗ്യതയോ അല്ല, ദൈവീക ശക്തിയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളിലൂടെ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും അത് ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് തന്നെ യേശുക്രിസ്തു വഴി നമ്മളത് സമർപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കാനായിട്ട് തുടങ്ങും. മൂന്നാമത്, നമ്മൾ അനുതപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് അനുതപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കാനായിട്ട് തുടങ്ങും. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ ബലപ്പെടുത്താനായിട്ട് തുടങ്ങും. അപ്പോൾ അനുതപിക്കണം. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് അനുതപിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിപ്പിക്കപ്പെടും. നമുക്കറിയാം, ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് ഒരു പാപത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ നിർജീവമാക്കിയ ഒരവസ്ഥയിൽ ദാവീദ് എത്തിച്ചേരുമ്പോൾ നമുക്കറിയാം, ഊറിയ എന്ന അവനെ കൊല്ലാൻ തക്ക വിധം വ്യഭിചാരമെന്ന പാപത്തിനും ഒരു കൊലപാതകത്തിനും ഈ ദാവീദ് അടിമപ്പെടുന്ന ഒരവസ്ഥ. അത്രമാത്രം പാപത്തിൻ്റെ പിടിയിൽ ഈ ദാവീദ് ചെന്ന് വീഴുമ്പോൾ ആ പാപത്തെ ഓർത്ത് ദാവീദ് കരയാൻ തുടങ്ങി. അനുതപിച്ച് ദൈവത്തിൻ്റെ കരുണയിൽ അനുതപിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാവീദിൽ വീണ്ടും ഉജ്ജ്വലിപ്പിക്കുന്ന അനുഭവം ദാവീദിന് നൽകിയതായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. രാജാവായിരുന്ന ദാവീദിൻ്റെ ജീവിതം പോലും കുറവുകൾ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കരുണയ്ക്കായിട്ട് പ്രാർത്ഥിച്ചു, അനുതപിച്ചു പ്രാർത്ഥിച്ചു. 51-ാം സങ്കീർത്തനം അങ്ങനെയാണ് രൂപപ്പെട്ടത്. 51-ാം സങ്കീർത്തനത്തിലെ 11-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് തിരികെ എടുക്കരുത്. ആ കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന, അനുതപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന പരിശുദ്ധാത്മാവ് ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുവാനായിട്ട് ദാവീദിനെ സഹായിച്ചു. നാലാമത്, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ മറിയത്തോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ മറിയത്തോടൊപ്പം ചേർന്ന് ജപമാല ചൊല്ലുമ്പോൾ, അതുപോലെ മറിയം പഠിപ്പിച്ച പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ, നമുക്കറിയാം പരിശുദ്ധ കന്യകാമറിയം പല സ്ഥലങ്ങളിൽ വ്യത്യസ്തങ്ങളായ രീതിയിൽ പ്രത്യക്ഷീകരണങ്ങൾ കൊടുത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ ഗതിവിഗതികൾ, ലോകത്തിൻ്റെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞ് സ്വർഗം മറിയത്തിലൂടെ ഇടപെട്ട അനേകം സംഭവങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ കാലഘട്ടത്തിന് ചേർന്ന മറിയത്തിൻ്റെ ആ പ്രത്യക്ഷീകരണവും പ്രാർത്ഥനയും. ഈ കാലഘട്ടത്തിന് ചേർന്ന ഒരു സംഭവമാണ് നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നടന്നത്. അവിടെ ഒരു വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു പെൺകുട്ടി ഇട അവൾ ദൈവത്തെ ആരാധിച്ച് മറിയത്തോടൊപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥനയിൽ വളരുന്ന ഒരു ജീവിതമായിരുന്നു ഇഡ പീർഡമൻ എന്ന ആ സ്ത്രീ. അവൾ പ്രാർത്ഥനയിൽ വളർന്നു വരുന്ന പെൺകുട്ടിയായിരുന്നു. 1945 മുതൽ 1959 വരെ പരിശുദ്ധ കന്യകാമറിയം ഈ ആംസ്റ്റർഡാമിലെ ഇഡായുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. ലോകം തിന്മകളിലൂടെ കടന്നു പോവുകയാണ്. യുദ്ധത്തിൻ്റെ ഭീഷണി, മാരകമായ പ്രതിസന്ധികൾ, മാരകമായ അപകടങ്ങൾ, അതുപോലെ പ്രകൃതിക്ഷോഭങ്ങൾ, പകർച്ചവ്യാധികൾ, അങ്ങനെയുള്ള പല സംഭവങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് മാതാവ് ഇടയോട് സംസാരിക്കുന്നതും ഈ പ്രാർത്ഥന കൊടുക്കുകയാണ്. താൻ സർവ്വജനതകളുടെയും മാതാവാണെന്ന് മറിയം ഈ ഇടായോട് വെളിപ്പെടുത്തിയിട്ട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥന ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ ആ പ്രാർത്ഥന ഇടവിടാതെ ചൊല്ലണം. മറിയം ഏകദേശം 56 പ്രാവശ്യം ഈ ആംസ്റ്റർഡാമിലെ ഈ ഇടയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പല കാര്യങ്ങൾ കൊടുത്തു. അതിൽ പലതും സംഭവിച്ച സാഹചര്യങ്ങളുണ്ടായി. ഇനി സംഭവിക്കാനിരിക്കുന്ന അസ്വസ്ഥതകളിൽ നിന്ന് ലോകം മുഴുവനെ രക്ഷ പ്രാപിക്കണമെങ്കിൽ ഈ പ്രാർത്ഥന ഇടപെടാതെ ചൊല്ലണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുമെന്ന് മാതാവ് തന്നെ ഇടയോട് പറഞ്ഞു.
പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വിശ്വാസ രഹസ്യങ്ങളിലെ 5ാമത്തെ ഒരു രഹസ്യം മാതാവ് തന്നെ വെളിപ്പെടുത്തുകയാണ്. ഞാൻ സകല ജനത്തിൻ്റെയും മാതാവാണ്, സർവ്വജനത്തിൻ്റെയും മാതാവാണ്. ഭാഷകളിൽ നിന്നും അതുപോലെ ജാതിയിൽ നിന്നും എല്ലാ മേഖലകളിൽ നിന്നും മനുഷ്യരെ വ്യത്യസ്തരാക്കുന്ന എല്ലാ മനുഷ്യരുടെയും അവരെ എല്ലാം ഒരുമിച്ച് ചേർക്കുവാൻ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുകയാണ്. ഞാൻ സകല ജനപദങ്ങളുടെയും മാതാവാണെന്ന് ഇടയുടെ മുമ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് തന്നെ വെളിപ്പെടുത്തി കൊടുത്തിട്ട് മനോഹരമായൊരു പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥന ഇതാണ്: കർത്താവായ യേശു ക്രിസ്തുവേ, പിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധംപതനങ്ങൾ, ദുരന്തങ്ങൾ, യുദ്ധങ്ങൾ എന്നിവയിൽ നിന്ന് ഇവർ സംരക്ഷിക്കപ്പെടട്ടെ. സർവ്വജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യകാമറിയം ഞങ്ങളുടെ അഭിഭാഷക ആയിരിക്കട്ടെ. ഈ പ്രാർത്ഥന നിരന്തരം ഓരോ ശ്വാസത്തിലും മറിയത്തോടൊപ്പം ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയുടെ മുമ്പിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കാനായിട്ട് തുടങ്ങും. ഈ പരിശുദ്ധാത്മാവ് തിന്മകളെ കീഴ്പ്പെടുത്താനായിട്ട് സഹായിക്കും. ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെ ആത്മാവാണ് ദൈവം നൽകിയത്. പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്, സ്നേഹത്തിൻ്റെ ആത്മാവാണ്, ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവാണ്. ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്കും മറ്റുള്ളവർക്കും ഈ ലോകത്തിനും അനുഗ്രഹപ്രദമായ ഒരു ജീവിതമാക്കി മാറ്റാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയുവാൻ ഈ പ്രാർത്ഥനകൾ ഇടപെടാതെ ചൊല്ലുക. നമ്മുടെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുവാൻ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക. രണ്ടാമത് എന്ത് ചെയ്യുമ്പോഴും, വാക്കിലും പ്രവൃത്തിയിലും എന്ത് ചെയ്യുമ്പോഴും അത് കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് സമർപ്പിക്കുക. മൂന്നാമത് നമ്മുടെ കുറവുകൾ, ബലഹീനതകൾ തിരിച്ചറിഞ്ഞ് അനുദപിച്ച് ദൈവസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 51-ാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുക. നാലാമത് സർവ്വജനതകളുടെയും മാതാവായ മറിയത്തോടൊപ്പം ചേർന്ന്, പരിശുദ്ധ കന്യകാമറിയത്തോടൊപ്പം ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ ആംസ്റ്റർഡാമിലെ ഇടായുടെ മുമ്പിൽ വെളിപ്പെടുത്തിയ ഈ പ്രാർത്ഥന ഇടവിടാതെ ചൊല്ലി പ്രാർത്ഥിച്ച് ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ, പരിശുദ്ധാത്മാവിനാൽ പൂരിതമാക്കുവാൻ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അവിടുന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയായിരുന്നുവല്ലോ, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് ലഭിച്ച ജീവിതങ്ങളാണല്ലോ കർത്താവെ. അത് ഉജ്ജ്വലിപ്പിക്കാതെ പോയതുകൊണ്ടാണല്ലോ ഇന്ന് ഞങ്ങൾ ഭയത്തിനും ആകുലതയ്ക്കും ഉത്കണ്ഠയ്ക്കും അടിമപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുവാൻ ഞങ്ങളെടുക്കേണ്ട നിലപാടുകൾ ഞങ്ങളെ പഠിപ്പിച്ചു. വാക്കിലും പ്രവൃത്തിയിലും എന്ത് ചെയ്താലും അത് കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് മഹത്വം നൽകി അത് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുവാൻ സകല ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യാമറിയത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്ത് ഞങ്ങളെ ബലപ്പെടുത്തുവാൻ കർത്താവെ കരുണയായിരിക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവേ, പിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. സകല ജനപദങ്ങളുടെയും ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധംപതനങ്ങൾ, ദുരന്തങ്ങൾ, യുദ്ധങ്ങൾ എന്നിവയിൽ നിന്ന് അവർ സംരക്ഷിതരാകട്ടെ. സർവ്വജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യകാമറിയം ഞങ്ങൾക്ക് അഭിഭാഷകയായിരിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.